സാമൂഹ്യ പ്രവർത്തക ശ്രീമതി പി ഗീത കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ ഗീത, നമ്മളെ സംബന്ധിച്ച് ഓരോ ഘട്ടത്തിലും നമ്മൾ മലയാളികൾക്കൊക്കെ അത്ഭുതമായിരുന്നു. ഇങ്ങനെ ഒരു വലിയ വെളിപ്പെടുത്തൽ നടന്നിട്ടും അതിൽ അനങ്ങാത്ത പോലീസ്, ഒന്നും പറയാത്ത സർക്കാർ എന്നൊക്കെ പറയുന്നത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഒടുവിൽ ഇപ്പോൾ ഇതാ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രത്യേക അന്വേഷണ സംഘം, അതും ഈ എത്രയോ പതിറ്റാണ്ടുകളായി ഇതിന് പിന്നിൽ നിൽക്കുന്ന പതിറ്റാണ്ടിലേറെയായി ഇതിന് പിന്നിൽ നിൽക്കുന്ന ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ DGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എന്ന് പറയുന്നത് ഒരു പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ എത്രത്തോളം ആശ്വാസം നൽകുന്നുണ്ട്? കർണാടകത്തിൽ സംഭവിച്ച ഈ കാര്യം കർണാടക പോലീസ് തന്നെ അന്വേഷിക്കുന്നു എന്നുള്ളത് ഒരു ഉത്കണ്ഠ ഉണ്ടാക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടും അല്ലാതെ അവരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരോട് അവിശ്വാസം ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല. ഇപ്പൊ രഹസ്യമൊഴി കൊടുത്തത്, അതായത് സാക്ഷി കൊടുത്തിട്ടുള്ള രഹസ്യമൊഴി പോലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചോരുകയും എത്രയോ മണിക്കൂർ അവിടുത്തെ ഒരു യൂട്യൂബിലോ മറ്റോ ചർച്ചയാവുകയും ചെയ്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോലീസുകാർക്ക് വിശ്വാസ്യത ഉറപ്പിച്ചുകൊണ്ട് മാത്രമേ വിശ്വാസ്യത അവർ തെളിയിച്ചാൽ മാത്രമേ നമുക്ക് അവരെ വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യം കർണാടക പോലീസ് തന്നെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ആസ് എ പേഴ്സൺ, ആസ് എ വുമൺ, എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് കേരള പോലീസിന്റെ ചില പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. കാരണം മലയാളികളും അവിടെ മിസ്സിംഗ് ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഇൻസിഡന്റിൽ കാസർഗോഡ് നിന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് കൊല്ലപ്പെട്ടിട്ടുള്ള മലയാളിയുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് കേരള പോലീസ് കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഒരു പറ്റുമെങ്കിൽ നാഷണൽ ലെവൽ പോലീസിംഗ് സംവിധാനത്തിലേക്ക് ഈ അന്വേഷണം പോകണം. മാത്രമല്ല ഇത് വളരെ കൃത്യമായിട്ടും ഇത് ഒരു കോടതിയുടെ നിരീക്ഷണത്തിൽ നടത്തുന്ന പോലീസ് അന്വേഷണമായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് കുറെ കൂടി സേഫായിട്ട് തോന്നുന്നത്. മറ്റൊന്നുകൊണ്ടുമല്ലാതെ മറിച്ച് നമ്മളുടെ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് മാത്രമാണ് ഞാനത് പറയുന്നത്. ഒരുപക്ഷെ ഇനി ഇത് നന്നായിക്കൂടാന്നില്ല, പ്രതീക്ഷിക്കാം. പക്ഷെ ഈ ഒരു റിക്വസ്റ്റ് കൂടി മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. വലിയ സമ്മർദ്ദമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ വാർത്തയെപ്പറ്റി അല്ലെങ്കിൽ ഈ സംഭവങ്ങളെപ്പറ്റി ഒന്നും മിണ്ടാൻ പോലും പറ്റില്ല എന്നതാണ്. ഞങ്ങൾക്കുൾപ്പെടെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ അതിൽ ചില സ്ഥലങ്ങളെപ്പറ്റി പറയുമ്പോൾ, ചില വ്യക്തികളെപ്പറ്റി പറഞ്ഞാൽ ആ നിമിഷം സ്ട്രൈക്ക് വരുന്നതാണ് നമ്മളൊക്കെ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ എല്ലാവരെയും വായടപ്പിച്ചുകൊണ്ടാണ് ഇക്കണ്ട കാലം മുഴുവൻ ഈ സംഭവങ്ങളൊക്കെ ഒരു അധോലോകം പോലെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വലിയൊരു ആശങ്കയാണ്. അവരിപ്പോഴും അതുപോലെ തന്നെ അധികാരത്തിലിരിക്കുകയും അതുപോലെ തന്നെ സ്വാധീനത്തിലുള്ളവരുമാണ്. അതിൽ സംശയമൊന്നുമില്ല. അധികാരമുണ്ട്, പവറുണ്ട്, പണമുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സ്വാധീനങ്ങളും കർണാടകത്തിലുണ്ട്, ദേശീയ ലെവലിലുണ്ട്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ടും അറിയാവുന്ന കാര്യമാണ്. അതിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട. ഇത് അധോലോകം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി മോഡേണൈസ് ചെയ്തിട്ടുള്ള ഒരു കാലത്താണ് ഈ അധോലോകവും കൊട്ടേഷനും ഒക്കെ ഉണ്ടാവുന്നത്. ഇത് അതിനൊക്കെ മുമ്പുള്ള പ്രീ മോഡേൺ പീരീഡിലുള്ള ഒരു ജനാധിപത്യത്തിന്റെ തരിമ്പ് പോലും അവശേഷിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു റിയാക്ഷൻസ് ആണ് വന്നുകൊണ്ടിരുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ സമൂഹത്തിൽ വളരെ കാലം ജീവിച്ചു പോന്നിട്ടുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതുമായിട്ട് ഡയലോഗ് ആവുക എന്നുള്ളത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ഡയലോജിക്കൽ സ്പേസ് പോലും ഇത്തരം ഒരു അതോറിറ്റിയുമായിട്ട് ഓപ്പൺഡല്ല, തുറന്നു കിട്ടിയിട്ടില്ല നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു വലിയ തരത്തിലുള്ള ഇനിയും സമ്മർദ്ദങ്ങൾ ആവശ്യമായി വരും എന്നാണ് എൻ്റെ വിശ്വാസം. വളരെ നന്ദി ശ്രീമതി പി ഗീത ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ തന്നെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ് കർണാടക സർക്കാർ. അതിൽ ശ്രദ്ധേയമായത് ഈ ആക്ഷൻ കൗൺസിൽ ദീർഘനാളായി അവർ ആവശ്യപ്പെടുന്നത് ഇത് അന്വേഷിക്കാൻ DGPയുടെ നേതൃത്വത്തിലുള്ളൊരു സംഘം തന്നെ വേണം എന്നതായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്നത്. അതേപടി തന്നെ അങ്ങനെ DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ളൊരു സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ